കുറച്ചുകൂടി കഞ്ഞെടുക്കട്ടേക്ക. മതി മതി മതി, കുറച്ച് ദിവസത്തെ ദിവസേ ഇന്നാണ് മതിയായെങ്കിൽ ഗ്ലാസ് കഞ്ഞി കുടിക്കണേ ഞാൻ. ഓനൊന്ന് വിളിച്ചപ്പോഴാ സമാനായത്. ഇനി എന്ന് രാത്രി വിളിക്കാന്നാ പറഞ്ഞത്. ഓനെ നേരിൽ കണ്ടോണ്ടേ കാര്യം പറയാൻ പറ്റില്ല, അതന്നെ വലിയ കാര്യം. നമ്മളെ തൊട്ടടുത്ത് നിൽക്കും പോലെ തോന്നാനേക്ക. എന്നാലും നമ്മളെ അടുത്തില്ലല്ലോ അല്ലേ. വലിയനാളുടെ മുന്നേ വരാമെന്നല്ല പറഞ്ഞത്. ഓൻ വന്നാലേ നമുക്ക് ഓൻ്റെ കല്യാണം നടത്തണം. അതിനിപ്പോ ജോനെവിടെങ്കിലും പെണ്ണ് കണ്ടു വെച്ചിക്കണോ? എൻ്റെ കുടുംബത്തിലേ പെൺകുട്ടികൾ എത്ര എണ്ണം ഉണ്ട്? അതിലേതെങ്കിലും ഒന്നിനെ നോക്കിയാൽ പോരെ? എന്റെ തലന്റെ ഒത്ത് ഒന്നുമില്ല റസിയ. എന്തെന്ന് കണ്ട ആപ്പോ കുട്ടികളൊക്കെ കിട്ടുക എന്റെ മോനെ ഡോക്ടറാ. അതിനുള്ള കുട്ടികളെ ഏതെങ്കിലും എന്റെ കുടുംബത്തിലുണ്ടോ? എൻ്റെ കുടുംബത്തിലേ നല്ല പഠിപ്പുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളെ മോന് ഡോക്ടർ തന്നെ ആണെന്നുണ്ടാ? എന്റെ കുടുംബത്തിൽ നിന്നൊന്നും വേണ്ട. എന്റെ മോനക്ക് നല്ല മൊഞ്ചുള്ള പെണ്ണിനെ ഞാൻ കണ്ടെത്തും. ഓങ്ങോട്ട് വന്നോട്ടെ. ആയിക്കോട്ടെ, നിങ്ങൾ നോക്കിക്കോളി. ആരും അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ വേഗം കഞ്ഞി കുടിച്ച് നീറ്റാണി. ആരും വരുന്നതിന് ഞാനെന്തിനാണ് നീക്കണി? ഇതിന്റെ വരല്ലേ. ഞാൻ ജനാലും മുടിച്ച് നിൽക്കണ്ട. ആരാന്നൊന്ന് പോയി നോക്കിയാ. ഇതാണ് ഞാൻ പറഞ്ഞ വരാം. നിക്കല്ലേ? ആ ഉണ്ട്, കേറിക്കോളി. വാ കേറ്. ആരാ റസിയ? ആ കുഞ്ഞുട്ടിയൊക്കെയാണ്. നിങ്ങളൊന്നും കൂടെ വന്നാണി. ആ കുഞ്ഞുട്ടിയെ ജീനി ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കും. ശരി. ഇരുന്നോ. എന്താ കുഞ്ഞുട്ടിയെ? ഇതോ നിങ്ങളല്ലേ പറഞ്ഞിരിക്ക ഒരു പണിക്കാരനെ വേണമെന്ന്? അത് ഈ ചെറുപ്പക്കാരെ കൊണ്ടുവന്നാലും എങ്ങനെ സംഗതി ശരിയാവോ? ഇതിനെ കൊണ്ട് പണിയെടുക്കാനൊക്കെ കഴിയോ? നിങ്ങൾ ഓരോ വലിപ്പം ചെറുപ്പം നോക്കണ്ട. നിങ്ങൾ കൊടുക്കണ പണികൾ മുഴുവൻ എടുത്തോളൂ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല. എന്താണോ എന്റെ പേര്? അരെ അനക്ക് പണിയെടുക്കാനൊക്കെ കഴിയോ? തലാട്ടിയ പോരാ. ഇവിടെ അകത്തും പുറത്തൊക്കെ ഇഷ്ടം പോലെ പണിയുണ്ടാവും. എടുക്കണം. എനിക്കിപ്പോ ഇവിടെ ആളാവശ്യം ഉണ്ടായിട്ടല്ല. ഏറെക്കുറെ പണിയൊക്കെ ഞാൻ തന്നെ എടുക്കും. അതിന്റെ മോശം സമ്മതിക്കണ്ടേ. പിന്നെ എനിക്കും എന്റെ പെണ്ണുകൾക്കും വയസ്സായില്ലേ. അപ്പൊ സഹായത്തിന് ഒരാളുണ്ടായിക്കോട്ടെ എന്നുള്ളൂ അവന്റെ നിർബന്ധം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. എന്റെ കുഞ്ഞുട്ടിയെ എന്റെ മോന്റെ കൂലിന്റെ കാര്യമൊക്കെ അതൊന്നും ഒക്കെ പറഞ്ഞ് ബേജാറാണ്ട. നിങ്ങളെ മോനൊക്കെ പറഞ്ഞ് എന്നോട് സെറ്റാക്കി. പിന്നെ നാസറേ, തോന്നുമ്പോ നാട്ടിൽ പോകാൻ കഴിയില്ലട്ടോ. ഓനെ എടുക്കുവനാ. ഓനെ ആരും ഇല്ല. ഓനെ കിട്ടിയ നിങ്ങള് ഓനെ പണി എന്താ വെച്ചാൽ പറഞ്ഞു കൊടുത്തോളൂ. ഓൻ അതിന് മച്ചയിലും മട്ടും പോലും ചെയ്തോളൂ. ഓനവിടെ പാർത്തും പറമ്പിലൊക്കെ പണിക്കാരുണ്ടാവും. ഓർക്ക് ചായ വെള്ളം എന്തെങ്കിലുമൊക്കെ എത്തിച്ചു കൊടുക്കുക. ഓർക്ക് വൈകുന്നേരം ആകുമ്പോഴുള്ള കൂലിയും കൊടുക്കുക. പിന്നെ ഓരോ കൂടുതൽ എന്തെങ്കിലുമൊക്കെ തിരിഞ്ഞു മറിഞ്ഞുള്ള പണിയൊക്കെ എടുത്താൽ മതി. എന്നാലേ ഈ അവത്ത് കണ്ടിട്ടില്ലേ അവിടെ എന്തെങ്കിലും ഉണ്ടാവും തിന്നാളുള്ളതൊക്കെ. റസിയ അവൻ എന്തായാലും തിന്നാണ്ടെങ്കിലും എടുത്ത് കൊടുത്താ ഓമ്പടെ ഉണ്ടാവും. ഇല്ല അത് എന്തെങ്കിലും വാങ്ങിക്കണം. ഈ ഒന്നോട് പോയിട്ടാണ് ഉമ്മേന്റെ ബാപ്പന്റെ മോനെ കണ്ടു കഴിക്കാൻ വേണ്ടിട്ടോ. അത് ശരി. ഓനെ കണ്ടിട്ടേ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? ഓന് കുഴപ്പമൊന്നുമില്ല. ഓൻ നല്ല കുട്ടിയാ. എന്നാലേ ഞാനോട് പോവാം. പാടത്തെ പണിക്കാരുണ്ട്. എന്താണ് മക്കളെ ഒന്ന് ഒച്ച ഉണ്ടാക്കാൻ കളിച്ചോടെ? നിനക്ക് ഇവിടെ ചെവിട് കേൾക്കില്ല. ഈ കുട്ടീന്റെ അടുത്തൊന്ന് വന്ന് എനിക്ക് പണി എടുക്കണം. ഇക്ക ഇനിയിപ്പോ പണിക്കാരുടെ അടുത്തേക്ക് എങ്ങനെ പോയോ?
പണിക്കാരില്ലാന്നാണല്ലോ എന്നോട് പറഞ്ഞത്. ഈ കുട്ടികളെ കൊണ്ട് ഞാൻ കൊയങ്ങി. ഈ കുട്ടീനെ നോക്കണം, അടുക്കള പണിയും ചെയ്യണം. അതിന്റെ അടുത്ത് വന്നൊന്ന് കുത്തിരുന്നാ മതി, എന്നാ അവിടെ അത് കുത്തിരുന്ന് കടിച്ചോളും. അതുമില്ല. എന്റെ പുതിയാപ്പിള ഒന്നും നോക്കണ്ട. സുബൈക്ക് ചായ കുടിച്ചറിഞ്ഞതാ, എവിടെ പോയോ? നിങ്ങളെവിടെ? നിങ്ങളൊന്ന് ഈ കുട്ടീനെ വന്ന് നോക്കിയാണി നൂല് പണിയെടുക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ അങ്ങോട്ടൊന്ന് വന്നാടീന്ന്. എനിക്ക് കുളിച്ചാലും തിരുമ്പാനും ഒക്കെ ഉണ്ട്. പടച്ചറബേ, നിങ്ങൾ എന്തിനാണ് ആ പെരേന്റെ മുകളിൽ കയറി കൂടിയത്? നിങ്ങൾക്ക് എന്താ പണി? ഞാനോട് കയറി വരുന്നോന്ന്. എന്താ നിങ്ങൾക്ക് അവിടെ പണി? നിന്നോട് പറയാൻ പറ്റൂലേ? ഞാൻ നമ്മളെ വളത്തിന്റെ ബാങ്ക് ഒന്ന് കേൾക്കുകയാണ്. ആ ബാങ്കിന്റെ അടിഭാഗത്ത് നോക്കി പോത്തിറങ്ങിയ പാവം പോലൊക്കെ ഉണ്ട്. നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ശരിയാക്കാൻ കഴിയുമെന്ന് പടച്ചോനെ ഏറ്റികളെ കൊണ്ട് പോയി. ഞാൻ ഇനിയാണ് ഇന്ന് സ്കൂൾ ഉണ്ടായ മതിയായി. മനുഷ്യരുടെ വള്ളം വയ്ക്കാൻ തുടങ്ങി. കുറച്ച് കഞ്ഞിട്ടായിരിക്കും. കുട്ടീനെ നോക്കണം, കഞ്ഞി ഉണ്ടാക്കണം. നിങ്ങളൊന്ന് വേഗം ഇങ്ങോട്ട് വന്നാണി. പെരപ്പൊക്കെ നല്ല ബൈക്ക് ഉണ്ടാവട്ടാ. ഇന്നലെയും കൂടി മഴ പെയ്തതാ. ഞാൻ അങ്ങോട്ട് വരാം. കേറിണ്ട് എല്ലാവർക്കും. ഒന്നുമല്ലെങ്കിലേ ഒലക്കെടുത്ത് തച്ചു പഠിപ്പിക്കണം എന്നാ. ഈ താത്തോടെ പോയി. ഞാൻ പാടത്ത് പോകുമ്പോഴുണ്ടായില്ലോ. താത്തേ, നിങ്ങൾ എന്തെടുക്കാ? എത്ര വിളിച്ചിങ്ങളെ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ജിന്ദടിച്ച് എങ്ങോട്ടാ പോയത്? പാട്ടൊന്നും കണ്ടില്ലല്ലോ. പോലെ അങ്ങാടി പോയതാ പെയിന്റ് പണിക്കാരെ കാണാന്. അനക്ക് എന്തിനാ വെക്കാനേ? നമ്മളെ പാടത്തെ കിട്ടില്ലേ പൂച്ച ചാടി എത്തണ്. അതിനെന്താ ഇറങ്ങിയെടുക്കണോ? അതിനെന്തിനാണ് ആശ്രയിക്കാനേ? അനക്കാണ്ട് ഇറങ്ങിയെടുത്തൂടെ? ഇന്നെ കൊണ്ടൊന്നും കഴിയില്ല. ഇറങ്ങാനൊക്കെ ആളെടുത്താ. നമ്മളെ കോളനിയിലെ ശശിയേട്ടല്ലേ, മൂപ്പര് കിണറ്റടിക്കാരനാണല്ലോ. വല്ലാത്തൊരു കഷ്ടായി പോയി. ആ കോളനിയിലെ മുഴുവൻ ആൾക്കാരും കൊടുക്കാ വെള്ളം അതിനല്ല എടുക്കണത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിലെ വെള്ളം പോയി പറ്റിക്കണം. നമ്മളെ കിണറ്റിലെ മോട്ടർ പോലല്ല, വലിയ ഓസുള്ള മോട്ടർ അങ്ങാടി പോയി വാടക എടുക്കണം. അതിനകത്തും വെള്ളമൊക്കെ ഉണ്ടായില്. പിന്നെ ഈ മഴയൊന്നും നിങ്ങൾ കണ്ടില്ലേ? അല്ല നാസറേ, വാടകയ്ക്കൊക്കെ എടുക്കണേ നല്ല കാര്യാവൂലേ? അതിനെ പറ്റി നിങ്ങൾ വിചാരണ്ട. നമ്മളെ പേരെല്ലാം അടുത്തുള്ളേ, മോട്ടറിന് കറണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അതിനെന്താ, ഇവിടുന്ന് എടുത്തോട്ടെ. കുടിച്ചാ വെള്ളത്തിന്റെ കാര്യല്ലേ? എന്നാ ഞാൻ പോയിട്ടേ മോട്ടർ എടുത്തു തരാം. നിങ്ങൾ ഇക്കാനെ വിളിച്ച് പറഞ്ഞാളി കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇജ്ജ് വെക്കം ചെല്ല്. 5-8 പെരക്കാര് പെരുമാറുന്ന വെള്ള. ഈ പൂച്ചേന്റെ ഒരു കാര്യം, തിന്നാൻ കിട്ടുന്നത് ഏറിയിട്ടാ കയറ്റി പോയി ചാട്ടുന്നത്. ചൂടാണ്. അല്ല ഉച്ചോട്ടിയെ, ആ റോഡ് പോയിട്ടുള്ള തന്നെയാണോ? വണ്ടിയൊക്കെ ഉള്ള വലിയ ടീമല്ലേ അവര്? ഉണ്ട്. അല്ല, ഈ പെരുള്ളവരൊക്കെ വാതിൽ പൂട്ടി പോയോ? അടുക്കള പണി ഉണ്ടാവും. ഈ ശൈത്താൻ എവിടെ പോയി? നിങ്ങള് വന്നോ? എവിടെയാണ് റസ്യ? ഞാൻ ഈ തൊള്ളട്ട് കയറിയൊന്നും കേട്ടില്ല. ഓർക്ക് അടുക്കളയിൽ പണി ഉണ്ടാവുക, ചോറും കൂട്ടാനൊക്കെ വെക്കണ്ടേ? ഞാൻ അപ്പുറത്ത് വിറകുണ്ടാക്കി നിക്കാ. അന്റെ ഒരു വിറക് ലേശം കുറിച്ചാ തൈ മനസ്സ നടന്ന് പഴകി പോയ കാര്യം എന്തായി? അതൊക്കെ പറയാ. വെള്ളം കൊണ്ടാ അന്നോടല്ലേ ഇപ്പൊ പറഞ്ഞ കുറച്ച് വെള്ളം ഇട്ടെടുക്കാന്.
അല്ല കാര്യപ്പം ഏതാണ്ട് എലുമലായ മട്ടാണ്. എന്താ ഇപ്പൊ നിങ്ങളെ അഭിപ്രായം? ഇജ്ജ് ഈ കാര്യം പറഞ്ഞപ്പോഴേ എന്റെ മോനക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് സംശയം. ഓനക്ക് കൂടി ഇഷ്ടപ്പെട്ടപ്പോഴേ പിന്നെ ഞാൻ ഇത് മുന്നോട്ട് നീട്ടണ്ട. ഇത്രയും പെട്ടെന്ന് നമുക്കണ്ട് സെറ്റാക്കാം. ഒരു ടീ വെള്ളമാണോ? കുറച്ച് വെള്ളം നിങ്ങൾ കുടിച്ചോളൂ. അവിടുന്ന് കുടിച്ചിട്ടുള്ളൂ. വേണ്ട. ഇനി നിങ്ങള് പോയ കാര്യം പറഞ്ഞില്ല. അതേതാണ്ടൊക്കെ കുറച്ച മട്ട. ഓൽക്ക് നമ്മളെ പെരുത്തി ഇഷ്ടമായി. ആ കുട്ടിയാണെങ്കിൽ നമ്മളെ മോന്റെ മാതിരി ഡോക്ടർ പോകാൻ പഠിക്കുക. നമ്മളെ മോനും ഓളെ ഇഷ്ടായോ? അവന് ഇഷ്ടമായി എന്നാണ് എന്നോട് പറഞ്ഞ കുട്ടി. ഇഷ്ടായി. അതല്ല ഇപ്പൊ നല്ല രസം. ഓലമ്പിൽ നേരത്തെ പരിചയമുള്ള പിന്നെ ഓർക്ക് സമ്മതിക്കാക്കോ? ഓല് രണ്ടാളും കൂടി ഫോണിൽ കൂടെ കണ്ട് വർത്താനം പറയണ്ടാലോ. ഓൻ നാട്ടിക്ക് വന്നാ ഉടനെ അവന്റെ കല്യാണം നടത്തണം. ഇതൊന്ന് സബൂറായി റസിയ. വലിയ നാളിൽ ഇനി 3-3.5 മാസം ഉണ്ട്. അതിന്റെ മുന്നേ നമുക്ക് ഈ പെരയും കൂടിയൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കണ്ടേ? അലങ്കോലായി കിടക്കണണ്ടില്ലേ? അതെ, ഈ മാസമൊക്കെ എന്താ നമ്മൾ പോകും. നിങ്ങൾ എന്താ വെക്കം ചെയ്യാനുള്ള വെച്ചൊക്കെ വേഗം ചെയ്യിച്ചാളേ. എന്നാലേ ഞാനവിടെ ഇറങ്ങാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അതെന്ത് പോക്കാണ് ഒരു വെള്ളം കുടിക്കാതെ? വേണ്ടത്ത ആകോ പിന്നെ കുടിക്കാം. നിങ്ങക്ക് എന്തെങ്കിലും തിന്നാൻ വേണോന്ന്? എനിക്കൊന്നും വേണ്ട. ആ നാസറോടെ ഞാൻ പെടില്ലാതായാലേ ഓനെ തോന്നിയായിട്ട് നടക്കും. ഓ അങ്ങാടിയിൽ വെള്ളം വാങ്ങാൻ പോയതാ. ആ പണിക്കാരെ പാടം തന്നുള്ളത് പഠിച്ച തമ്പുരാനറിയാം. ഓനെ നോക്കാനാക്കി ഒരു 4 വീണും നടക്കുകയാണ്. ഇപ്പൊ ഓനെ ഞാൻ തിരഞ്ഞെടുക്കണ്ടി. ആക്കാം. പാടത്തേക്ക് പോയതാ. എന്തേ? അവിടെ കിണറ്റില് പൂച്ച കടിച്ചെത്തും. കിണറ്റില് പൂച്ച കടിച്ചെത്തേ? ഞാൻ പോയോട്ടെ, ഇപ്പൊ വരാം. ശരിയായിക്കോട്ടെ, ഞാൻ പോയി. അത് കൊടുക്കാൻ ആള് വന്നില്ല. അറിയിച്ചൊന്ന് പോയി നോക്കിയാ അവിടെ. അല്ല, ആ കയറ്റി എടുക്കുമ്പോ നേരം ഞാൻ പോയി നോക്കിയാ. ബേജാറായി ഒന്നും വേണ്ട. ഞാൻ പോയാണ് നോക്കി. പൂച്ച ഏതായാലും ചത്ത് കിടക്കാം. ഇനിയിപ്പോ ചൂടായിട്ടൊക്കെ പോയി നോക്കിയാ വല്ല പോയി നോക്കിയാ വെല്ല പോകാൻ പറഞ്ഞു. വല്ല പോകണം ആരും നമ്മളോട്. എന്താ എനിക്കവിടെ പണി? അതൊന്ന് റെഡി ആക്കിയാട്ടെ. ഇത് ഇൻസുലേഷൻ ഒന്നും കൊടുത്തില്ലല്ലോ. എന്താ കകള് വെറുപ്പിക്കല്ലേ? വന്നോക്കിയാണിക്കാ. ഇക്ക ചായ ആയിന്. ഞാൻ ഇവിടെ ഈ പണി എടുക്കുന്നതിന്റെ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് ഉണ്ടല്ലോ വരാനേ. ആ നാസറിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കി. ഓ മഴയും വരുന്നുണ്ട്. പെരത്തെ പണി എടുക്കണം, ചായ ഉണ്ടാക്കണം. കൂടി വയ്യ തിമ്പലും.
ഓക്കെ